പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുവാണ് കേട്ടോ. നമ്മുടെ കിളിയുടെ കുഞ്ഞ്, അതായത് ലവ് ബേഡ്സിൻ്റെ കുഞ്ഞ് ചത്തുപോയതുകൊണ്ട് രണ്ടുപേർക്കും അനക്കമൊന്നുമില്ല കേട്ടോ. വലിയ ബഹളവും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഞാൻ രാവിലെ തന്നെ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അടുക്കളയിൽ കയറി ഫസ്റ്റ് ഞാനൊരു ചായ ഇട്ടു. പിന്നെ നമുക്ക് ഉച്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള കറികളെല്ലാം ഞാൻ തലേദിവസം രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ജോലിയൊന്നുമില്ല. അപ്പം മീൻ കറിയുണ്ട്, നല്ല ചൂരക്കറിയുണ്ട്, ചൂര ഫ്രൈ ഉണ്ട്, പിന്നെ നമുക്ക് നല്ല മോരുകറിയുണ്ട്. അപ്പം ഞാൻ ആ മീൻകറി ഒന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു, അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലത്തേക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ കാടമുട്ടയൊന്ന് പുഴുങ്ങാൻ വെക്കുവാണ് കേട്ടോ. അപ്പോൾ കാടമുട്ട പുഴുങ്ങാൻ വെച്ചിട്ട് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ്, വലിയ ഇതൊന്നും ഇല്ല, മടിയാണെന്ന് തന്നെ വേണേൽ പറയാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ നമ്മുടെ മീൻ ഫ്രൈ ചെയ്തതും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുവാണ്. എന്നിട്ട് കാടമുട്ട എടുത്ത് നമ്മളൊന്ന് ചൂടാക്കാൻ നന്നായിട്ട് പുഴുങ്ങിയെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അതങ്ങോട്ട് വെച്ച സമയത്ത് നമ്മുടെ ചായ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു, അതും അങ്ങോട്ട് അരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പഴം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വാഴക്കൊല വീണല്ലോ, അപ്പോൾ അതിനകത്ത് പഴമൊക്കെ ഞാനങ്ങ് എടുത്തു കേട്ടോ. ആ സമയത്ത് കുറച്ച് നേരം ഒന്ന് ചായ കുടിക്കാമെന്നും പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ആ പഴമൊക്കെ ഞാൻ എടുത്തൊന്ന് പൊളിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എപ്പോഴും ഒരേ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാൽ ഇന്ന് എന്തെങ്കിലും ഒരു സിമ്പിളാക്കാമെന്ന് വിചാരിച്ചു ഞാൻ പഴമൊക്കെ കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ലേശം പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലതാണ് കേട്ടോ. ബട്ടറൊക്കെ ചേർത്ത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മുടെ കാടമുട്ടയും പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് കഴിച്ചു നോക്കി കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണിത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അങ്ങനെ ഞാനും ദേവക്കുട്ടിയും കൂടെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാടമുട്ടയൊക്കെ അവൾ കഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പഴവും കഴിക്കുന്നുണ്ട്, കാടമുട്ടയും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം കാടമുട്ട നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നേ. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഒരു ചട്ടിപ്പായസം എന്ന് വേണേൽ പറയാം കേട്ടോ. ഇത് ചട്ടിയിലിട്ടാണ് വെക്കുന്നത്. അപ്പോൾ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ ഏലക്കപ്പൊടിയില്ലേ, ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് പാല് തിളച്ച് വന്നപ്പോഴത്തേക്കും അതങ്ങോട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ കസ്റ്റേർഡ് പൗഡർ കലക്കി മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ സേമിയ വറുത്ത സേമിയാണ്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. സേമിയ ഒത്തിരി അങ്ങ് ഇട്ട് കൊടുക്കരുത് കേട്ടോ. സേമിയ ഒത്തിരി അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പായസം അങ്ങ് ശരിയാകത്തില്ലേ. കുറച്ച് സേമിയ മാത്രം ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈന്തപ്പഴവും നട്ട്സും വെച്ചാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ. എന്നിട്ട് നമ്മൾ കലക്കി മാറ്റി വെച്ചത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതങ്ങോട്ട് വറുത്തങ്ങോട്ട് ഇടുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും കേട്ടോ. ഇതൊരു വെറൈറ്റി പായസമാണെന്ന് തന്നെ വേണേൽ പറയാം കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നേ. നമ്മുടെ വീട്ടിലെ പഴം ഉള്ളത് കൊണ്ട് തന്നെ പഴവും പായസമായിട്ട് കുഴച്ച് തന്നെ നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ഞാൻ ഉള്ള നട്ട്സൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ബദാമും നമ്മുടെ ഈന്തപ്പഴവും ആണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തു. എന്നിട്ട് അതങ്ങോട്ട് നെയ്ക്കാതിട്ട് തന്നെ അങ്ങ് വറുത്തെടുത്തു കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ സാധാരണ പായസം വെക്കുമ്പോൾ കസ്റ്റേർഡ് പൗഡറൊന്നും ഒഴിച്ച് വെക്കാറില്ല. പക്ഷെ ഞാനൊന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കസ്റ്റേർഡ് പൗഡർ ഇട്ട് വെച്ച് നോക്കിയത്. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. കഴിക്കാൻ എന്ത് ടേസ്റ്റായിരുന്നെന്നറിയാവോ, നല്ലൊരു സ്വാദായിരുന്നു കേട്ടോ. അപ്പോൾ പായസമൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിനകത്തോട്ട് ഒഴിച്ച് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ പഴം എടുക്കുന്നുണ്ട്. നമുക്ക് പിന്നെ പഴത്തിന് ഇപ്പോൾ ക്ഷാമമില്ലാത്ത സമയമാണ് കേട്ടോ. അപ്പോൾ പഴത്തിന് ക്ഷാമമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു പഴം ഞാൻ എൻ്റെ പഴക്കൊലയിൽ നിന്ന് അങ്ങ് ഉരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇച്ചിരി പപ്പടവും കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഈ സമയം അങ്ങ് ആലോചിച്ച് പോവുകയാണേ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കഴിച്ചു നോക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എല്ലാം കൂടെ ഒന്ന് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ പായസമേ. അണ്ടിപ്പരിപ്പും മുന്തിരിയും തന്നെ പായസത്തിന് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാനിങ്ങനെയാണ്, ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കും കേട്ടോ. പായസം ഞാനൊന്ന് കുറച്ച് നേരം തണുക്കാൻ വെച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമായിരുന്നു കഴിക്കാൻ. നമ്മുടെ പഴത്തിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ കറക്റ്റ് അളവിനാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വ്ളോഗായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ തുടർന്ന് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.